ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ്തി. ഇന്ന് ഞാൻ മാമ്പഴം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിലേക്കായിട്ട് ഞാൻ 3 മാമ്പഴം എടുത്തിട്ടുണ്ട്. മാമ്പഴത്തിനെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ തോലെല്ലാം നമുക്ക് ചെത്തിയെടുക്കണം. അധികം നാരൊന്നും ഇല്ലാത്ത മാമ്പഴമാണ് കേട്ടോ ഇതിന് അത്യാവശ്യം. അപ്പം മാമ്പഴത്തിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഞാൻ ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കട്ടെ. മാമ്പഴത്തിൻ്റെ തോലെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കട്ടെ. ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ, പുളിപ്പൊക്കെ കുറവുള്ളതാണ്. മാമ്പഴമെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. നൂറ് ഗ്രാം ചൗരി എടുത്തിട്ടുണ്ട്. ഇതിനെ നല്ലോണം കഴുകി ഒന്ന് വേവിക്കാൻ വയ്ക്കാം. മാമ്പഴം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി വലിയൊരു അരിപ്പയിലൂടെ ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം. മാമ്പഴം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കണം. 350 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. കുറച്ച് വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. വെർമിസെല്ലി ചേർക്കാതെയും പായസം വെക്കാറുണ്ട്. പക്ഷേ വെർമിസെല്ലി ചേർത്തിട്ട് വെക്കുന്നത് ഇത്തിരി കൂടെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. പായസത്തിന് ഇത്തിരി കൂടെ കട്ടിയിട്ട്. ഒരുപാട് ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് 1ഉം 2ഉം പാല് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വെർമിസെല്ലി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. വെർമിസെല്ലി അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഈ 2ാം പാലിൽ കിടന്ന് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അത്യാവശ്യം അത് വെന്ത് കുറുകിയിട്ടുണ്ട്. നമുക്കിനി അരിച്ചു വെച്ചിരുന്ന മാമ്പഴം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം നന്നായിട്ട് ഇങ്ങനെ
മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം കിടന്ന് ഇനി ഒന്ന് കുറുകി വരട്ടെ. അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര മെൽറ്റ് ചെയ്ത് അരിച്ച് വെച്ചിരുന്നതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തുടരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കണം, ഇല്ലെങ്കിൽ തുടരെ ഇളക്കിക്കൊണ്ടിരുന്നില്ല എങ്കിൽ ഇത് അടിക്ക് പിടിച്ചു പോകും. ഇതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഇളക്കി കൊടുക്കാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്നാം പാൽ ഒഴിച്ച് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. മാമ്പഴ പായസം ആയതുകൊണ്ട് ചെറിയ പുളിപ്പൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മുന്തിരി ചേർക്കുന്നില്ല. കാഷ്യൂനട്ട് മാത്രം നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ച് ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.